ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിൽ ഈ വേദിയിൽ വരുന്ന ഒരുപാട് സ്കിറ്റുകൾ കണ്ട് നമ്മൾ ഒരുപാട് ചിരിക്കാറുണ്ട്. പക്ഷെ ഇടയ്ക്ക് ചിരിയോടൊപ്പം ഒരു ഇത്തിരി ചിന്ത കൂടി ആയാലോ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ചിരിയോടൊപ്പം ഇത്തിരി ചിന്തയുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ബിനുരാജേട്ടൻ, ചിത്തൻ ചേട്ടൻ ആൻഡ് വിനോദ് തൈക്കാട്ടുശ്ശേരി. ആഹാ, എന്തു ഭംഗിയുള്ളൊരു സ്ഥലമാ. കുട്ടനാടിൽ ഇതുപോലൊരു സ്ഥലമില്ല. നല്ല പച്ചപ്പുള്ള പാടം. പക്ഷേ ഇവിടെ ആവശ്യമില്ലാത്തൊരു സാധനം ഈ ഗ്രാമത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതെന്തോ ഇത്? ബസ് സ്റ്റോപ്പ് അല്ലേ? ഇതെന്തിനുള്ള സാധനം ഇത്? അത് ബസ് കാത്ത് നിൽക്കാനുള്ള സാധനം. എന്നാൽ അങ്ങനെ ഒരു സാധനം ഇതിലേക്കൂടെ ഓടുന്നില്ല. അങ്ങനെ ഒരു സാധനം ഓടണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഇതിലേക്കൂടെ ഒരു റോഡ് വേണം. അതുമില്ല. പിന്നെ ഇതുകൊണ്ട് എന്തുപയോഗം എന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലേ? അതെ. രാത്രി 8 മണി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധർക്കിരുന്ന് ഇത് തീർത്ത് ഇതിന് മാത്രമേ കൊള്ളാത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സാധനം എഴുതി വെച്ചിരിക്കുന്ന MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അടങ്കൽ തുക 45 ലക്ഷം. ഈ അടങ്കൽ തുക എന്തോന്നറിയോ? ഇല്ല. ഇതിന് കൂടി വന്ന ഒരു 10-25,000 രൂപ ചെലവായി കാണും. ബാക്കി അടപടല അങ്ങ് കൊണ്ടുപോയി. അതാണ് സാധനം. പിന്നെ ആവശ്യമുള്ളൊരു സാധനമുണ്ട് ഇവിടെ ഈ പഞ്ചായത്തില്. ഒരു MP ഫണ്ടിൽ നിന്നും ഒരു സാധനം, ഒരു ഐമാസ് ലൈറ്റ്. നല്ലല്ലേ അത്? ഈ സാധനം കത്തിയെന്നാന്നറിയോ? ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന്. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം കത്തിയായിരുന്നു. അതല്ലേ, പിറ്റേ ദിവസം വൈകുന്നേരം കത്തിയില്ലേ അത്? അയ്യോ, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കത്തല്ല. ഈ പുല്ലെല്ലാം കൂടെ നിന്ന് കത്തി. എന്തൊരു വെട്ടമായിരുന്നെന്ന്. അന്ന് മാത്രമേ ഇത് കത്തിയിട്ടുള്ളൂ. പിന്നെ അതിന്റെ താഴെ കൂടെ കൊണ്ടുകൊടുത്തിട്ടുണ്ട് MP ഫണ്ടിൽ നിന്നും അടങ്കൽ തുക 7 ലക്ഷം. ഇതിന്റെ കമ്പിയുടെ വണ്ണം നോക്കിക്കേ. ഇത് ഇട്ട MP-യുടെ വീടിന്റെ അവിടെ ഈ ഡ്രൈനേജിലേക്ക് പോകാൻ ഒരു വലിയൊരു കുഴലിട്ടിട്ടുണ്ട്. ഈ പിടിച്ചാപ്പടി പറ്റത്തില്ല. ആ 7 ലക്ഷം എങ്ങോട്ട് അടങ്കൽ തുക? അല്ല, ഞാൻ ഏത് അതാണ് ഈ കേരള. നീ ഇതങ്ങോട്ട് പോകുന്നടാ? നീ ഇതങ്ങോട്ട് പോകുന്നു? ഞാനെങ്ങോട്ട് പോണെന്നോ? ഞാൻ എപ്പോഴും എങ്ങോട്ടാ പോണ? ഞാനിവിടെ വന്നി. ഇവിടെ ഇരിപ്പില്ല എന്റെ പരിപാടി. അത് ശരി. നിനക്ക് എന്താ പ്രാന്ത് പിടിച്ചാ? എന്ത് തന്നെ ഇന്ന് വർത്താനം പറയണത്? തന്നെ എന്താ വർത്താനം പറഞ്ഞല്ല. പിന്നെ ഇന്നത്തെ പ്രത്യേകത അറിയോ? എന്താണ്? എടാ, ഇലക്ഷന്റെ റിസൾട്ട് വരികയല്ലേ? അതല്ലേ. നീ സുരേഷിനെ കണ്ടാ? ഇവിടെ ഞാൻ അവനെ കണ്ടില്ല. സാധാരണ അവനെ ഇവിടെ കാണുന്നതാണല്ലോ. എടാ, അവൻ ഇന്ന് വരാത്തന്റെ കാര്യം അറിയോ? എന്താ? ഞാനുമായിട്ട് പന്തയം വെച്ച്. എന്ത്? അവന്റെ പാർട്ടി ജയിക്കണം ഞാൻ മീശ എടുക്കാന്നും, എന്റെ പാർട്ടി ജയിക്കണം അവൻ മീശ എടുക്കാന്ന്. പക്ഷെ ഇന്ന് ഉച്ച വരെ അവന്റെ പകുതി മീശ പോയി നിൽക്കുക. 35 നിൽക്കുക ആ സാധനം. അവനെ എല്ലായിടത്തും പോയി വെച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ. പിന്നെ എല്ലായിടത്തും പന്തായം പോയി വെച്ചിരിക്കല്ലേ? ആ ചായക്കടയിലൊക്കെ വെച്ചിരിക്കുകയാണ്. അവന്റെ 75 നിൽക്കുക. നമുക്കറിയാടാ, നമുക്കറിയാം ഇത് ആര് ജയിക്കും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആര് ജയിക്കും നമ്മളൊക്കെ കുറെ കണ്ടതല്ലേ നമ്മള്. എന്തായാലും ഒരു കാര്യം പറയാം. നിങ്ങളുടെ പാർട്ടി ജയിച്ചിട്ട് ഒരു ഗുണവും ഇല്ല ഇവിടെ. എന്താ നിങ്ങളുടെ പാർട്ടി ജയിച്ചിട്ട് ഒരു ഗുണവും? നിങ്ങൾ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്ത്, ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്തെന്ന് പറ. എന്റെ പൊണ്ണു സുഹൃത്തെ, ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവാ? ഇവിടെ ഞങ്ങൾ നിന്റെയൊക്കെ പുറകെ എന്ന് പറഞ്ഞ് മെമ്മോറണ്ട തയ്യാറാക്കി നിന്റെയൊക്കെ പാർട്ടി കൊടുത്തിട്ട് നിങ്ങൾ പാലം കൊണ്ടുവന്നാ ഇവിടെ. പാലത്തിനുള്ള പേപ്പർ കംപ്ലീറ്റ് റെഡിയാക്കി വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത്. തോടില്ലാത്തടത്ത് എന്തിനാണ്? അതാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യം ഒരു തോട് കൊണ്ടുവരണമായിരുന്നു. എന്നിട്ട് അതിന്റെ മേളിൽ കൂടെ ഒരു പാലം കൊണ്ടുവരണമായിരുന്നു. ചെയ്തോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് നിന്നേ. ഒന്ന് പോയാ ഇവിടുന്ന്. എന്തായാലും ഈ വാർഡിലെ കുളത്തിന്റെ മേളിലൂടെ ഒരു പാലം മസ്റ്റ് വേണം. ഞാനിവിടെ കുളയില്ല. നിങ്ങൾ ഭരിച്ചു കുളമാക്കി വെച്ചിരിക്കല്ലേ ഇവിടെ മൊത്തം. എടാ, ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കണോണ്ട് നാട്ടുകാർക്ക് ഭയങ്കര കലിപ്പാണ്. അതെന്താ? നമ്മള് പണിക്ക് പോകണില്ലടാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ചങ്കാണല്ലോ നമ്മള്. എടാ, അത് പണിക്ക് പോകണം. പണിക്ക് അന്വേഷിച്ച് വീട് നമ്മൾ പുലർത്തണം. വീട് ഭാര്യയും മക്കളെ നോക്കി നമ്മൾ അങ്ങനെയല്ലടാ. നമ്മളിപ്പോ എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. എന്ത്? ഇപ്പൊ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് പിള്ളേരില്ല. പിന്നെ ഞാൻ ഇതിന് പണിക്ക് പോകണം. എടാ, നിനക്ക് ഭാര്യയും മക്കളും ഇല്ല. നിനക്ക് ജന്മം തന്ന അച്ഛനും അമ്മയില്ലേ? അമ്മയ്ക്ക് പണിയെടുത്ത് കൊടുക്കണം. ഈഗോ ആർക്ക്? അച്ഛന്. ഈഗോ ഉള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനെങ്ങാനും പണിയെടുത്ത ഈഗോ അടിക്കൊന്ന് പുള്ളിക്ക്. ഈ കഴിഞ്ഞ ദിവസം നീ അറിഞ്ഞാന്ന് എനിക്കറിയാമല്ല, അച്ഛന്റെ പറങ്ങാണ്ടി ഞാൻ എടുത്ത് വിറ്റ്. അച്ഛൻ പെറുക്കി കൊണ്ടുവന്ന് വെച്ച പറങ്ങാണ്ടി വിറ്റ് ഞാൻ പച്ചക്കറി മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്ത് അമ്മ ആ പച്ചക്കറി വേവിച്ച് കൊണ്ടുവന്ന് വെക്കുകയും അച്ഛൻ വന്ന് നോക്കിയിട്ട് ഒരു പച്ചത്തെറി. പിന്നെ അങ്ങനെ തെറി പറയായിരിക്കും. എന്താ? അച്ഛന്റെ പറങ്ങാണ്ടിയല്ലേ? അതല്ലെന്ന്. അച്ഛൻ പറങ്ങാണ്ടി വിൽക്കണം. പറക്കി കൊണ്ടുവന്ന പറങ്ങാണ്ടി വിറ്റ്. അതല്ലെന്ന്. ഇതൊക്കെ പോട്ടാ. അന്നത്തെ ദിവസം പട്ടിണി. അച്ഛൻ ചൂടായാൽ ഞങ്ങളെ വീട്ടിൽ പട്ടിണിയാണ്. അതെങ്ങനെയാണ് അച്ഛൻ ചൂടായ പട്ടിണി? വീട്ടിൽ ഒന്നും വെക്കത്തില്ലേ? വീട്ടിൽ വെക്കും.
അച്ഛൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ മൊത്തം എടുത്ത് കഴിക്കും. ഞങ്ങള് പട്ടിണി എടുക്കും. അത് ദേഷ്യമെന്നല്ല പറയുന്നത്, പിന്നെ അതിന് ആക്രാന്തം എന്ന് പറയും. കൊക്കോപ്പുഴുണ്ട്. പിന്നെ എടാ അതൊക്കെ പോട്ടെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറഞ്ഞോന്ന് ഈ വെച്ചിരിക്കുകയാണ്. വല്ല വള്ളിക്കെട്ടുകൊണ്ടായിരിക്കും വരുന്നത്. അതല്ല പല്ലുവേന എടുക്കുന്ന അതല്ലെന്ന്. നമ്മളാ പാലയില്ലടാ, പാലം ഉണ്ടല്ലേ? നമ്മളാ പാലത്തിന്റെ അടിയിലത്തെ ഒരു വീടില്ലേ? പാലത്തിന്റെ അടി വീടില്ല, പാലത്തിന്റെ അടി തൂണല്ലേ? എടാ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കേ. നീ പറ. ആ വീടിന്റെ തൊട്ടിപ്പുറത്ത് കണ്ട ദിവാർജന്റെ വീട് അറിയുക? ആ ദിവാർജന്റെ മകളില്ലേ? ദിവാന്റെ ആണോ സുനിയുടെ ആണോ? സുനിച്ചേട്ടൻ. സുനിയ ഞങ്ങള് ദിവാരൻ ചേട്ടാന്ന് വിളിക്കുന്നത്. വഴിയുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, അങ്ങനെ പേര് മാറ്റാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ദിവാരൻ ചേട്ടാന്ന് ഇവന് ഇഷ്ടമല്ല. സുനിയെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, ദിവാരാന്ന് വിളിച്ചു വിളിക്കൂ. അത് ഇളയ മകളുണ്ടല്ലോ, ഇളയ മകള്. അതിന് എന്നെ കാണുമ്പോ ഒരു ചിരി. അതിന് ഞാൻ നിന്നെ കാണുമ്പോഴും ഞാനും ചിരിക്കുമല്ല. നീ എന്തിനാ എന്നെ കാണുമ്പോ നിന്റെ കോലം കണ്ടിട്ട് അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് ചിരിക്കുന്നത്. ആ പെണ്ണിന് എന്തോ ഉണ്ട് എന്നെ കാണുമ്പോ, അതാണ്. അല്ല, ആ പെണ്ണിന് എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ നിന്നെ നോക്കി ചിരിക്കും. ഒരു ചെറിയ മമത എന്നെ എപ്പോ നോക്കി. മമത ബംഗാളിലല്ലേ? അതല്ല, നീ സീരിയസ് ആയിട്ട് എടുക്ക്. ആ പെണ്ണ് എന്നെ ഇഷ്ടമാണ്. നിന്നെ ഇഷ്ടമാണ്? ആ പെണ്ണെങ്ങനുണ്ട്? പെണ്ണെങ്ങനുണ്ട്? അത് കേക്കട്ടെ. പെണ്ണിനെ കാണണം എന്റെ പൊന്നളിയാ. കണ്ണൊക്കെ ഇല്ലേ? കണ്ണൊക്കെയാ? കണ്ണ്. ആ കണ്ണ് തക്കാളി പോലെ ചുമന്ന കണ്ണ്. ഓഹോ. ചുണ്ടൊക്കെ ഇല്ലേ? ചുണ്ടൊക്കെയാ? ചുണ്ട്. ചുണ്ട് ക്യാരറ്റ് പോലെ ചുമന്നതാണ്. ആഹാ. മുടിയൊക്കെ ഇത്രോ ഉണ്ട്. മറ്റേ ഇത് കഴിഞ്ഞ് കിടക്കുവാ? അതും കഴിഞ്ഞ് കിടക്കുവാ. എന്റെ പൊന്നാളി, അവളൊന്ന് വന്ന് നിന്നാണല്ല, ഫ്രണ്ടിൽ വന്ന് നിന്നാ ഒന്നും കാണാൻ പറ്റില്ല. അതങ്ങനെ നീ അവിടെ പുറകെ പോയി എന്ത് കാണാനാണ്? അതല്ലെന്ന്, അത്രക്കൊരു ഇതാണ്. ഇഷ്ടമാണ് നിനക്ക്? പിന്നെ ഞങ്ങളെ ഇഷ്ടമാണല്ല. അതല്ലാണ്ട് പ്ലാൻ എന്തുവാ? അതാ എടാ, അതാണ് ദിവാകരൻ ചേട്ടൻ പോകുന്ന. അത് ദിവാകരൻ ചേട്ടോ, ഓ എവിടെ പോ? എടാ ഇച്ചിരി പണിയുണ്ടോ? പണിക്ക് പോകടാ. എന്റെ പൊന്നി ചേട്ടാ, നിങ്ങളെ പ്രായമെങ്കിലും നോക്ക്. 10-75 വയസ്സായി, വീട്ടിലെങ്ങനെ പണിക്ക് പോകുന്നു, വേറെ പണിയൊന്നുമില്ല. എടാ കാള പോലെ വളർന്നിട്ട് നീയൊക്കെയോ പണിക്ക് പോകത്തില്ല. ഈ പണിക്ക് പോകുന്നവന്മാരെ കൂടെ എന്തിനാണ് തടസ്സപ്പെടാൻ നിൽക്കുന്നത്? എടാ നല്ല പ്രായമല്ലേടാ നിന്റെ ഇപ്പം. എടാ ഇനിയെങ്കിലും നോക്കിയും കണ്ട് നടക്കാൻ നോക്കടാ ചെറുക്കന്മാരെ. പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട്, നമ്മള് നോക്കിയും കണ്ട് നടക്കണം. എന്താ പറയാൻ ചേട്ടാ? പുള്ളി നോക്കിയും കണ്ട് നടന്നു തോന്നുന്നു. അതിന്റെയാണ് ആ സ്പഞ്ച് കേട്ടില്ലേ? അതൊക്കെ പെണ്ണിനെ എങ്ങനെയെങ്കിലും നീ ഒന്ന് സെറ്റ് ചെയ്ത് എനിക്ക് തരണം. നീ വിചാരിച്ച നടക്കൂന്ന് എനിക്ക് ഉറപ്പാണെന്ന്. ഞാനാ? നീ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ, എനിക്കറിയാം. എടാ, നീ ആവശ്യമില്ലാത്ത പണി, നീ ഉള്ള വള്ളിയെല്ലാം കൂടെ എന്റെ തല വെച്ച് വരല്ലേ? നിനക്ക് പെണ്ണ് കിട്ടിയ? പിന്നെ എനിക്ക് പെണ്ണ് കിട്ടിയില്ലേ? നിനക്ക് പിന്നെ കിട്ടുമല്ലടാ. നിനക്ക് 40,000 രൂപ ശമ്പളം ഉണ്ട് മാസം. കാര്യം അതിനുള്ള ജോലി ഉണ്ടല്ലോ നിനക്ക്. എവിടെ? ഇവിടെ ഒന്ന് സ്ഥിരമായിട്ട് വന്നിരിക്കണം. അല്ല, നിനക്ക് പിന്നെ ലക്ഷങ്ങളുടെ പുറത്ത് കിടന്നാണല്ലോ നീ ഉറങ്ങുന്നത്. അതെന്നാ? അല്ല, ഈ ബസ് സ്റ്റോപ്പിൽ കിടന്നാലേ നീ ഉറങ്ങുന്നത്. അടങ്കൽ തുക 45 ലക്ഷം. ഇപ്പൊ അത് പറയാനായിട്ടാണ് നമ്മൾ വന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്കത് ആ പെണ്ണെ കാണണം, കല്യാണം കഴിക്കണം, 5 കുട്ടികൾ ഉണ്ടാവണം, സിംഗപ്പൂർ പോകണം. 5 കുട്ടികൾ സിംഗപ്പൂരിൽ പോണം, ഹണിമൂൺ. ഫിക്സ് ചെയ്ത്? ചെയ്ത് പെണ്ണിനെ കണ്ട പോലും ഇല്ല, അതുകൊണ്ട് മുമ്പേ സിംഗപ്പൂർ ഹണിമൂണൊക്കെ. എന്റെ ഒരു ആഗ്രഹം വെച്ച് പറഞ്ഞതാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, എന്തായാലും എനിക്ക് ആ പെണ്ണിനെ എനിക്ക് ഇഷ്ടാടാ. അതെ, എനിക്ക് ആ പെണ്ണെ വേണം. ഞാനെങ്ങാനും എലക്ഷൻ ജയിച്ച് മന്ത്രിയായാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാം? എന്താ? ഞാൻ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ഇങ്ങനെ പറയും, സുധീർ എന്ന ഞാൻ പറയുമ്പോ കയ്യടിയുടെ ബഹളമായിരിക്കും ആൾക്കാർ, അണികള്. തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞ കണ്ടല്ലേ? അല്ല വെച്ച് അല്ല, ഞാൻ അങ്ങനെ മുഖ്യമന്ത്രി ആയാൽ നീ മുഖ്യമന്ത്രി ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യം ഞാൻ ഇവിടെ ചെയ്യും. എന്താ, നീ നാട് വിട്ടു പോകാൻ വേണം? ഞാൻ പറഞ്ഞത് ഈ നാട്ടിലുള്ള മദ്യശാലകൾ മുഴുവൻ ഞാൻ അടച്ചു പൂട്ടും. എന്തിനാ? എന്നിട്ട് പൈപ്പ് ലൈൻ വഴി വീട്ടിൽ കൊടുക്കും. പാലാരിവട്ട പൈപ്പാണ്. പിന്നെ എവിടെയാണ്? എടാ, പൈപ്പ് ഗ്യാസ് കൊടുക്കുന്നില്ല, അതുപോലെ നമ്മൾ കൊടുക്കുമെന്ന്. ഈ പൈപ്പിട്ട് വീട്ടിൽ മദ്യം കിട്ടും. വീട്ടിൽ മദ്യം കിട്ടും. അതുകൊണ്ട് എന്താ പ്രയോജനം? പെണ്ണുങ്ങൾക്ക് പ്രയോജനം എന്താണ്? എന്താ പ്രയോജനം? എടാ, രാവിലെ ആമ്പിള്ളാര് പണിയെന്നും പറഞ്ഞ് കൈക്കോട്ടുമൊക്കെ എടുത്ത് പണിക്ക് പോകത്തില്ലേ? അവർ 5 മണി കഴിഞ്ഞ് എങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ട്? ബീവറേജിലേക്ക്. അറിയാല്ലേ? ബീവറേജിലേക്ക് പോകും. ഇത് 9 മണി വരെ അവിടെ ചെന്ന് നിൽക്കും. സാധനം കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ട് പോകും? 12 മണി വരെ വാറ് തുറന്ന് വെച്ചിരിക്കുന്നു, അങ്ങോട്ട് പോകും. അവിടെ ചെന്നിട്ട് അത് പഠിച്ചിട്ട് വീട്ടിൽ വരുമ്പോ രാത്രി 1 മണി. പെണ്ണുങ്ങൾക്ക് സൂഹിക്കുവാ? ഇല്ല. അവര് വഴക്കുണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും. പൈപ്പിലാണെങ്കിൽ ഇതെല്ലാം ഓക്കെയാ. 5 മണി കഴിഞ്ഞ് പണി കഴിയുന്നവൻ 5:05 വീട്ടിൽ വരും, ടാപ്പ് തുറക്കുന്നു, അടിക്കുന്നു, ടാപ്പ് തുറക്കുന്നു, അടിക്കുന്നു. അപ്പൊ ബിസ്കി വേണമെങ്കിലോ?
മദ്യം തരാന്ന് പറഞ്ഞിട്ടുള്ളൂ. ബിസ്കിയൊക്കെ വേണമെങ്കിൽ വേറെ പൈപ്പ് ഇടണം. അങ്ങനെയാണോ? എടാ ലാഭമുണ്ട്. പെറ്റി അടിക്കത്തില്ല പോലീസുകാർ. ഓ എന്തൊക്കെ ലാഭം തള്ളമാർക്കും പെണ്ണുങ്ങൾക്കും അവർക്ക് സന്തോഷമാവും. ഓ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രി ആവണം. പിന്നെ നീ പാകും. അല്ല പോടാ. അവന് തുടങ്ങി. കൊച്ചിനെ ശ്രദ്ധിച്ചാ മതി. എന്തിന്? ഇതാണ് ഞാൻ പറഞ്ഞത്. എടാ, നീ പറഞ്ഞത് മറ്റേ സുധിച്ചേട്ടന്റെ ഏത് കാര്യമല്ലേ പറഞ്ഞ? അയ്യേ തീർച്ചയായിട്ടും മകള് അതിന് ആർക്ക് വേണം അതിനാ? നീ പിന്നെ പറഞ്ഞ മുട്ടോളം മുടിയുണ്ടെന്ന് പറഞ്ഞ പെണ്ണി. മുടിയല്ല തിരുപ്പനാണത്. അതിനൊന്നും ആർക്കും വേണ്ട. അപ്പൊ പല്ല് പച്ചരി പല്ലെന്ന് പറഞ്ഞു. പല്ല് പൊങ്ങിയിരിക്കുന്നു. തക്കാളി കണ്ണ്. തക്കാളി കണ്ണല്ലത്, ചെങ്കണ്ണ്. ഇതങ്ങനെയല്ല. പിന്നെ ഇതിന് മിക്കപ്പോഴും ഞാൻ കാണാറുണ്ടെന്ന്. ഇപ്പഴേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കിട്ടൊരു നോട്ടമുണ്ട്. അളിയാ ഈ പെണ്ണാണ് ഞാൻ പറഞ്ഞ 5 കുട്ടികൾ സിംഗപ്പൂരിൽ. എന്റെ മനസ്സിലെ ആഗ്രഹമാണ്. അളിയൻ സാധിച്ചു തന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ഇനി വളച്ചൊതുക്കി തന്നെ. എനിക്കൊരു സംശയം. ഇത് നമ്മുടെ സുരേഷിന്റെ പെങ്ങളാണോടാ? അല്ല സുരേഷ് ഒറ്റമൂലിയല്ലേ? ഒറ്റൊരുത്തരല്ലേ അവന്റെ വീട്ടിൽ? എടാ അതല്ലത് അവനെ പോലെ. ഏയ് എന്തായാലും ഒരു കാര്യമുണ്ട്. നിനക്ക് ഇഷ്ടമാണ് നീ എന്ന് പറയാം. എന്നെ പിടിച്ചല്ലേ? എടാ അളിയാ അത് ഞാൻ പറഞ്ഞത് ശരിയല്ല. നീ ഇങ്ങോട്ട് വന്നേ. നീ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ്. ഞാനെന്ത് പറയാം? നീ എന്നിട്ട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് സംഭവം എന്ന് പറഞ്ഞാൽ മതി. എടാ ഞാനത് നീ എന്തെങ്കിലും ഇത് ചോദിക്ക് എന്തെങ്കിലും ചോദിക്ക്. കൊലക്ക് കൊടുക്കുന്നത്. എടാ ചെല്ലട തല ചൊറുക്കാനാണല്ലോ പറഞ്ഞത്. അയ്യോ എന്നാ തല ചൊറിക്കോ? തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി എന്തിനാടാ? നീ പെട്ടെന്ന് ചെന്നപ്പോ എന്റെ വായിലതാ വന്നാ. അതല്ല ചോദിക്കേണ്ടത്, മനസ്സിൽ കൊള്ളുന്നത് ചോദിക്ക്. ഇങ്ങനെ ചൊറുകല്ലേ വിട്ടടാ. മൂക്കളെ അമ്മേ എടാ എല്ലാം പിടിവിട്ട് പോവാ. എന്റെ തൊണ്ടല് വെള്ളം പറ്റിയാടാ. നീ ചെന്നിട്ട് ഇത്രയും പറഞ്ഞാ മതി. ശ്രദ്ധിച്ചേക്ക് കുട്ടി ഒന്നും നോക്കൂ. അപ്പൊ ആ കുട്ടി ഇങ്ങനെ നോക്കുവാൻ പറയാൻ കുട്ടിക്ക് ആ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഭയങ്കര ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ വേറെ എന്ന് പറഞ്ഞ ഇഷ്ടമാണ്. കല്യാണം കഴിക്കണം 5 കുട്ടികളുണ്ടാണ് സിംഗപ്പൂർ പോകണം. അത്രേ ഉള്ളൂ. ഇപ്പോ ഒറ്റടിക്ക് തീർത്തോ. എന്താണോ കല്യാണം കഴിക്കണം 5 കുട്ടികളാണ് സിംഗപ്പൂർ പോണം. എന്താ അത് നില്ല്. ഞാൻ അതെ തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഇഷ്ടമാണ്. ആർക്ക്? അയ്യോ എനിക്കല്ല അമ്മയാണം തല്ലല്ലേ. പിന്നെ ആർക്ക്? ലവന്. താൻ എന്ത് അനാവശ്യം എന്നോട് പറഞ്ഞേ? ഞാനല്ലോ ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ നട്ടല്ലില്ലാത്ത യവനെ പോലുള്ള വക്കാലത്തും പിടിച്ചോണ്ട് ഞാൻ വരേണ്ട കാര്യമുണ്ടോ? അല്ല ഞാൻ തന്നെ നല്ലൊരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ. സത്യം ഉള്ള കാര്യം പറയാലോ. എനിക്ക് ചേട്ടനെ കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തു. ഉള്ള കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് ചേട്ടനെ ഇഷ്ടം. അതെ എനിക്ക് ചേട്ടനോട് എന്തൊക്കെയോ മനസ്സ് തുറന്നങ്ങ് സംസാരിക്കണമെന്നുണ്ട്. കൊട എടുത്തിട്ടുണ്ടോ? എന്തിന്? നമുക്ക് പാർക്കിൽ പോവായിരുന്നു. അങ്ങനെ ശീലമില്ല. അതല്ല പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രൈവസി ഇല്ല. ആ ശല്യക്കാരനൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കാവോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. അവനെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമല്ലേ ഇന്ന്. സംഭവം സെറ്റാ. അത്ര കേട്ടാ മതിയോ? അവക്ക് വേറെ ലൈൻ ഉണ്ടെന്ന്. എങ്ങനെ വിട്ടേരളിയാ കൊള്ളത്തില്ല പെണ്ണ്. ലൈനുണ്ടെന്ന്? വേറെ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സങ്കല്പം അത് വിട്. അതെ എക്സ്ക്യൂസ് മീ ചേട്ടനല്ല അല്ലേ? അവനെങ്കിൽ വിളിച്ചേ. താനിങ്ങി വേടോ തന്നെ വിളിച്ചത്. എന്റെ പേര് പറയല്ല അവൻ കൊല്ലുവെന്നെ. ഇല്ല അവനെങ്കിൽ വിളി. ചെല്ലു പേശ മേടിക്ക്. തനിക്ക് വന്നേ. എനിക്ക് വയ്യ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ? തനിക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കി അങ്ങ് തുറന്ന് പറയരുതായിരുന്നു. പറ്റിപ്പോയി. ഞാൻ മിക്കവാറും ദിവസം ഇവിടെ വരുന്നത് എന്തിനാണെന്നറിയോ? ചേട്ടനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ? അതും അവന്റെ വന്നിട്ടൊരു വൃത്തികെട്ട നോട്ടം ഉള്ള കാര്യം പറയാലോ. ഇങ്ങനെയുള്ള കൂട്ടുകെട്ട് ചേട്ടാ ഭാവിയിൽ ദോഷം. കേട്ടാ ഈ സൈസ് വേല അവന്റെ കയ്യിരിക്കണം. ഉള്ള കാര്യം ഞാൻ ചേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ. എനിക്ക് ചേട്ടനെയാണ് ഇഷ്ടം. ഞാൻ കാണും നേരം തൊട്ടേ പെണ്ണ് കണ്ണാലെ അവരും പെണ്ണ് കാന്താരി പൂവാ
ദായാദം തോന്നും പെണ്ണ് അറിയാതെ അറിയാതെന്റെ സഖിയാം പെണ്ണ് മഴവില്ലിൻ ചേരിൽ സ്നേഹം നെയ്യും തൂവൽ കൂടുണ്ട് അതിലെന്നും എന്നും കൂടെ കൂടാനോമൽ പെണ്ണുണ്ട് അവളില്ലെങ്കിൽ ഞാനില്ലേ മണ്ണിൽ എല്ലാം എൻ പെണ്ണ്. അതെ എനിക്ക് ചേട്ടനോട് ഹൃദയം തുറന്ന് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒരു പ്രൈവസി ഇല്ല, അതാണ്. നമുക്ക് അങ്ങോട്ട് മാറിയതാലോ? അല്ല എന്തിന് ഈ ശല്യക്കാരെ ഇവിടെ നിന്ന് ഒഴിവാക്കാമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചൂടെ? അത് മതി. പൂ പറിക്കുന്ന പോലെ എടുത്തുകളെ ഉപദ്രവിക്കണ്ട. ഇല്ല ഇല്ല, ഓക്കെ ഏട്ടാ. എന്നാലും എനിക്ക് ആ ടൈമിങ് ഭയങ്കരല്ലേ നമ്മളെ. ഓക്കെ ഓക്കെ. സിംഗപ്പൂരാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ ഏട്ടാ. നമ്മൾ ഉദ്ദേശിച്ച നാണയില്ലാത്തവനെ അല്ല, ഞാൻ വേറെ ഏത് ഒരു കാര്യം പറഞ്ഞു. എന്ത് എന്താ പേര് പറഞ്ഞില്ല. സൂസി. ഷൂ. ഒന്നുമില്ല. എടാ പിന്നെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് വെച്ചാ. എന്താ കാര്യം? നിന്നെ എന്റെ അമ്മ തിരക്കി. നിന്റെ അമ്മ എന്തിനാ എന്നെ തിരക്കുന്ന? അമ്മ പഴനിക്ക് പോയിട്ട് അരവണ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കാ? ഇവ എപ്പ ആ തള്ള കണ്ടാലും എന്റെ മകനെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ച് പച്ചത്തെറി പറയുന്ന ആ തള്ള എനിക്ക് പായസം കൊണ്ടുവന്നതാ. അത് വേണ്ട. നീ ഇച്ചിരി നേരത്തേക്ക് നീ എന്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട്. എടാ നീ അല്ലല്ലോ എന്റെ വീട്ടിൽ പോണ്ടത്. എന്ത് മനുഷ്യനാണോ താൻ? എന്റെ അമ്മേനെ ഒന്ന് കാണണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോ? ഞാനിതാണ് നിന്റെ അമ്മയെ കാണുന്നത്. എടാ ദൈവമാണ് ആ തള്ള. അറിയാവാ? നീ നിന്റെ വീട്ടിൽ പോയി. എന്റെ അമ്മേനെ പറഞ്ഞപ്പോ നീ എന്താ നീ എന്റെ അമ്മേനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ അമ്മയാ. നീ എന്താ നിന്നെയല്ലേ തള്ളു? അതെന്ത് പരിപാടിയാണോ? ബാലൻസ് കളിക്കലും ബാലൻസ് സെറ്റ് നീ കളിക്കലേ. സൂസിയൊന്നുമല്ല. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലോ? എടാ ഞാനാടാ സുരേഷ്. എടാ നമ്മളെ മെനങ്ങാന്ന് വെച്ചു വെച്ചാൽ എനിക്ക് ഓർമ്മേട്ടാ. എടാ എന്റെ പാർട്ടി തോക്കാമെങ്കിൽ ഞാൻ പെൺവേഷം കെട്ടി ഇതിലെ കൂടെ ഒരു ദിവസം മൊത്തം നടക്കാന്ന് പറഞ്ഞില്ലേ? തോറ്റെങ്കിലും ഞാൻ എന്റെ വാക്ക് പാലിച്ച് പെൺവേഷം കെട്ടി ഞാൻ ഇവിടെ വന്ന് നിന്നാ. എടാ സുരേഷ്, എടാ എന്നാൽ ഇത് വേണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അല്ല നിന്റെയൊക്കെ കുന്തളിപ്പ് എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്. നാണമാനമില്ലല്ലോടാ, കാള പോലെ വളർന്നുണ്ടാവും. എന്തായാലും കേരളത്തിൽ ആര് ജയിച്ചാലും തോറ്റാലും ഭരിച്ചാലും തരും തന്നെ സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരല്ല എന്നുള്ള ഇതോടുകൂടി മനസ്സിലായി. കാരണം 2 മണിക്കൂർ ഈ വേഷത്തിൽ നിന്നപ്പം ഞാൻ ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ജന്മമെടുത്ത ആ സ്ത്രീകൾ ഒരാഴ്ചക്കാലം മൊത്തം അനുഭവിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ കൈയെടുത്ത് തൊഴുവണം. ഭഗവാനെ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ പെൺവേഷത്തിൽ നിന്ന് ഇറങ്ങിയ ആൺവേഷമായാ മതിയേ. നിനക്ക് എത്ര പിള്ളേരാന്ന് പറയാ? 3 പെൺപിള്ളേര്. 3 പിള്ളേര്. ഭാര്യ. നീ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്താ അടിപൊളിയായിട്ട് നിനക്ക് ഇപ്പൊ ഷൈൻ ചെയ്യാം. എങ്ങനെ? എടാ KSRTC ബസ്സിൽ പെൺപിള്ളേർക്ക് ഫ്രീ ആണ്. ഈ ഒരു സ്കിറ്റിന് മെസ്സേജിന് ഒരു വലിയ കയ്യടി ആദ്യം തന്നെ നമുക്ക് കൊടുക്കാം, അല്ലേ ചേച്ചിമാരെ? അപ്പൊ ആ ഒരു കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് ഇനി കമന്റ്സിലേക്ക് കടക്കാം. ടിനിച്ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? സത്യം പറയട്ടെ ബിനുരാജേ, ഞാൻ നീ അവിടെ നിക്കണ കണ്ടിട്ട് നീ അന്ന് മനസ്സിലായില്ല. അല്ല സത്യം, ഞാൻ തന്നെ വേറെ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ, അങ്ങോട്ട് നോക്കി. പക്ഷെ ഒരു വലിയ മെസ്സേജ് ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തമാശ കൗണ്ടറുകൾ അടിക്കാം, പക്ഷെ ബുദ്ധിപൂർവ്വമുള്ളൊരു മെസ്സേജ് അവസാനം കൊടുക്കുന്നുണ്ട്. അത് ഇമോഷണൽ മെസ്സേജാണ്. നിങ്ങൾ ആ തുടക്കത്തിൽ മുതൽ ഒരു സാമൂഹിക വിമർശനം നടത്തുന്നുണ്ട് ആ ബസ് സ്റ്റോപ്പ് ഇട്ടതിനെ കുറിച്ച്. കാര്യമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു ബസ് പോകാത്ത സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഇട്ടിട്ട് അടങ്കൽ തുക എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ട് വെച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം മുതൽ നിങ്ങളൊരു ബ്ലാക്ക് ഹ്യൂമറിനോടൊപ്പം തമാശം കൊണ്ടുവന്നുള്ള ബ്രില്യൻസ് ആണ്. അത് മനോഹരമായിട്ട് നിങ്ങൾ നിർവഹിച്ചു. കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി നസീറയ്ക്ക് എടുത്ത് ചോദിക്കാം. മിക്ക പറയൂ. നല്ല വൃത്തിയുള്ളൊരു സ്കിറ്റായിരുന്നു കേട്ടോ. നമുക്ക് മറ്റുള്ളവരാര് നമ്മൾ ആനുകാലിക സംഭവങ്ങളെടുത്ത് അവതരിപ്പിക്കും, മറ്റുള്ളവരാര് പറയുന്നതിലും കുറച്ച് ഗ്രേഡ് കൂട്ടിയിട്ടാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾ ആ സാധനം പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേട് വരാത്ത രീതിയിലാണ് അവരത് പ്രസൻറ്റ് ചെയ്യാറുള്ളത്, അല്ലേ? അപ്പോൾ ആ രീതിയിൽ നിങ്ങളിതിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞതും ഒക്കെ ആയ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ബേസിക്കലി ഒരു ആനുകാലികത്തിലേക്ക് ആ സംഭവം വെച്ച് തുടങ്ങിയെങ്കിലും പിന്നെ അതൊരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള മാറ്റം. 2 നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായ ചങ്കുകളായവർ
അതിൽ നിന്ന് സ്പ്ലിറ്റ് ആകുന്നതും ഒക്കെ കൂടി കോർത്തിണക്കിയിട്ടാണ് ഒരു നല്ലൊരു സാധനം നിങ്ങൾ മെനഞ്ഞെടുത്തത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഇവിടെ വന്ന് കളിച്ചിട്ട് പോകുന്ന ഇപ്പം ഈ ഷോയിൽ വന്ന് കളിച്ചിട്ട് പോകുന്ന ഓരോ ടീമുകളുടെ സ്കിറ്റുകൾ കാണുമ്പോൾ ഓരോ ടീമുകളുടെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ബാലൻസായിട്ട് ബാക്കി നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ കേൾക്കുമ്പോൾ ഒരു ഉള്ളിലൊരു തോന്നലുണ്ടാവും. അതുപോലെ നമുക്കും ആകണം, അതേപോലെ നമ്മളെയും പറയണം, അതേപോലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതാണ്, ഒരു ആർട്ടിസ്റ്റിന് ഉണ്ടാകേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങളിൽ വന്ന് പതിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ വരുന്ന സ്കിറ്റുകളിൽ കാണാനുണ്ട്. കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ സ്കിറ്റിൽ നമുക്ക് അങ്ങനെ കാണാൻ മിമിക്രി സ്കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ ഒരു നിസ്സാര സംഭവമായിട്ട് കാണേണ്ട ആ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ എന്ന് പറഞ്ഞാൽ സ്കിറ്റുകൾക്കും അതിൻ്റേതായ നിലവാരമുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്താൽ നമ്മൾ എവിടെയാണോ നമ്മൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഈ ഫ്ലോറിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. അതൊക്കെ ഈ സ്കിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് രണ്ടുപേരും വളരെ ആത്മാർത്ഥത്തോടെ ഇരിക്കുന്ന സമയം കൃത്യമായിട്ട് ഇരിക്കും. അതിൻ്റെ റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അല്ല, അത് വേണം. എന്താണെന്നറിയാം, ഇത് ഈ ഫ്ലോർ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും പേര് അവിടെ നിന്ന് കളിക്കുന്നു, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിന്ന് കാണുന്നു, ഇതുകൊണ്ട് തീരുന്നതല്ലല്ലോ ഇത്. ഇതിങ്ങനെ ലോകം മൊത്തമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ ആ ഷോയ്ക്ക് എന്തോരം ക്വാളിറ്റിയിലുള്ള സാധനം കൊടുക്കണമെന്ന് അത് ഉണ്ടാക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും മുമ്പോട്ടുള്ള യാത്രയിൽ. അപ്പോൾ എന്തായാലും ഇത് വളരെ മനോഹരമായിട്ട് 3 പേർക്കും ഒരു വിനോദിനൊക്കെ നല്ല ചേഞ്ച് ആയിക്കോട്ടെ. വിനോദേ നല്ല ചേഞ്ചായി, ഒരുപാട് നല്ല രസമായിട്ട് ഫ്ലൂവൻ്റായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വെപ്രാളം ബഹളം എങ്ങനെയും തീർത്തിട്ട് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അതെല്ലാം മാറി വരുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ മുമ്പോട്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചിത്ത, വിനോദ്, ബിൻരാജ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങളത് ചെയ്തു തീർത്തുന്നുള്ള കാര്യം. ഇതിനകത്ത് നസർക്ക പറഞ്ഞ പോലെ തന്നെ ഈ തൈക്കാട്ടുശ്ശേരിക്ക് ആദ്യം വരുമ്പോൾ ടെൻഷൻ പരിപാടികൾ ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഒരു സ്പീഡ് ടെൻഷൻ ആകുമ്പം അതേ ടെൻഷൻ ചിത്രത്തിലേക്ക് വരും, അതേ ടെൻഷൻ ബിൻരാജിലേക്ക് വരും. ഇതിന് ഭയങ്കര ലോജിക്ക് പ്രശ്നത്തില്ല. നിങ്ങളതൊരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സാധനം അത് ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ പേരിലാണ് ഈ സ്കിറ്റ് നിലനിന്ന് പോയത്. അല്ലെങ്കിൽ ഈ സാധനം ചീറ്റിപ്പോകാം. ചിത്ത, ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം കഴിഞ്ഞ സ്കിറ്റ് പോലും നിങ്ങൾ പൂന്ത് വിളയാടുകയായിരുന്നു. ഇപ്പം തൈക്കാട്ടുശ്ശേരിയായിട്ട് പറഞ്ഞതിന് ശേഷം ഈ ഫീമെയിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചിത്തൻ കുറേ തപ്പലുണ്ട്. നമ്മളിനി എത്ര റിഹേഴ്സൽ ചെയ്താലും അതൊക്കെ ആ സമയത്ത് വരുന്ന കുറേ പെർഫോമൻസിന് അതിൽ നിങ്ങൾ 3 പേരും നല്ല രസമായിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ. ഭയങ്കര കോമ്പിനേഷനായി. അല്ലെങ്കിൽ ആ സാധനത്തൊന്നും ചിരി കിട്ടത്തില്ല, അതൊക്കെ ചീറ്റിപ്പോവും. ആ പോർഷൻ റിഹേഴ്സൽ ചെയ്തില്ല. കാര്യം ചിത്തേണ്ട ഇങ്ങനെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനങ്ങ് തിരിച്ചു പോവാം. അല്ല, അത് മാറ്റി വെച്ചാലും ചെയ്യുന്നതാന്ന് പറഞ്ഞു. അല്ല, നമുക്ക് ഈ കലിങ്കയെന്ന് വീഴുന്ന സാധനം ഒരിക്കലും റിഹേഴ്സൽ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. അത് വീഴുന്നു, അതിന് അതാ പറഞ്ഞത്. പിന്നെ വിനോദ് വന്നിട്ട് വിനോദിൻ്റെ കുറേ കോമ്പിനേഷൻ നിങ്ങൾ തമ്മിലുള്ള സാധനങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ആ സ്രാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യുന്നത് ചോദിച്ചു. ആ സാധനത്തിനൊക്കെ ഭയങ്കര ചിരി ഉണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ചിരി എവിടെ കൊടുക്കണം, ഏത് മൊമെൻറ്റ് കൊടുക്കണം എന്നുള്ള എല്ലാ ആക്ഷൻസും നിങ്ങൾക്ക് അറിയാം. പിന്നെ നല്ല ഗംഭീരമായ ഒരു മെസ്സേജ്, ക്ലൈമാക്സ് ഉഗ്ര മെസ്സേജ് ആയിരുന്നു കേട്ടോ. പ്രേക്ഷകർക്കിടയിൽ ഈ ഐറ്റം പറയലെ അടുത്തൊരു ഗംഭീരമായ സ്വീകാര്യത കിട്ടിയ 3 പേരാണ് നിങ്ങൾ. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക കേട്ടോ. 3 പേർക്ക് വളരെ ബെസ്റ്റ്. അടിപൊളി. ഓക്കെ, പ്രചോദനമെങ്കിൽ ആ മാർക്ക് കൂടി ഒന്ന് പറയാമോ? നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. ഞാനൊരു 17 മാർക്ക് കൊടുത്തു. 17,000. അടിപൊളി. ടിൻചേട്ടനോ? ഞാനൊരു 18,000. 18,000. അപ്പോൾ 17ഉം 18ഉം 35,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി എൻ്റെതാണ്. ഇവരുടെ ആ മാറ്റങ്ങൾക്കുള്ളതാണ് ഞാൻ ഈ തരുന്നത്. ഓക്കെ ഓക്കെ. 70,000 നേടിയിരിക്കുന്നത്. ഹാപ്പി അല്ലേ? ഗംഭീരല്ലേ? അപ്പൊ നമുക്ക് ഇനിയും കാണാം. ഇവർ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളൊരു ഇടം ഇവർക്കൂടെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ വീണ്ടും കാണാം ചേട്ടന്മാരെ. താങ്ക് യു സോ മച്ച്. വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാ കുട്ടികളും അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കൂടെയൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലേ? ഈ നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്കിറ്റുമായിട്ട് ദാ എത്തുന്നു ഷൈജു പുന്നപ്ര, മാളു ഗുരുവായൂർ ആൻഡ് നമ്മുടെ സ്വന്തം രജചേട്ടൻ. ഇതായിട്ടും വേറെ
പരീക്ഷ തോറ്റു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കെട്ടിച്ചു വിടുന്ന അച്ഛനമ്മയും പറഞ്ഞേക്കണ്. ഈശ്വര എന്റെ പ്രാർത്ഥന കേൾക്കണേ, +2 പരീക്ഷ 8 നിലയിലാണ്ട് പൊട്ടിച്ചു തരണേ. പോലെ എന്തിനാ ഉണ്ണിമൂന്നിന്റെ പോലെ ഉണ്ണിമൂന്നിന് തന്നെ കിട്ടിയ കുഴപ്പമില്ല. പ്ലീസ് എന്റെ പ്രാർത്ഥന കേൾക്കട്ടെ. കർത്താവേ, പടച്ചോനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, പ്ലീസ്. മുത്തച്ഛൻ കേട്ടിട്ടില്ലേ? എന്തുവാ? ഒട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുന്നു. അതെങ്ങനാ? എന്റെ ഇളയ മോള് സുമതിയുടെ മോളല്ലേ? ഇതല്ല, ഇതിനപ്പുറം അവള് കാണിക്കും. അപ്പൊ എന്റെ പ്രാർത്ഥന ബുൾസയ്യാ. കണ്ണിലൊരു മുള്ള കൊണ്ടാട്ടെ കാതിലൊരു നുള്ളു തന്നാട്ടെ കാതൽ തോന്നിയാട്ടെ വൈകി വന്നത് എന്റെ പൊന്നു മുത്തച്ഛൻ, ഞാൻ വരാൻ വേണ്ടി യൂബർ ബുക്ക് ചെയ്തതാ. യൂബർ വൈകിയപ്പോ ഞാൻ ഓലയിലെ ഇങ്ങോട്ട് വന്നത്. ഓല വരാൻ നീ അണ്ണാനൊന്നും അല്ലല്ലോ. എന്റെ മൂത്ത മോൻ സുശീലയുടെ മോളല്ലേ നീ? കാണിക്കുന്ന പോ. നീ എന്താടി ഇവിടെ? ഞാൻ എന്റെ മുത്തച്ഛൻ നോക്കാൻ വന്നതാ. മുത്തച്ഛനെ നോക്കാൻ ഞാനുണ്ട്, നീ നിന്റെ വീട്ടിൽ പോ. ഹലോ മാൻ, ഈ കുടുംബത്തിൽ ഇളയ സന്തതി സുമതിയുടെ മോളാ ഞാൻ. ഞങ്ങൾക്കാണ് മുത്തച്ഛൻ നോക്കാനുള്ള സ്വാതന്ത്ര്യം. എടി, നിന്റെ അമ്മ കാണുന്നതിന് മുമ്പ് എന്റെ അമ്മയാണ് ഈ മുഖം കണ്ടത്, അറിയാവാ? ആഹാ, അപ്പൊ അതുവരെ ഈ മുഖം കാണാൻ വേറെ ആർക്കും കണ്ണില്ലായിരുന്ന. മുത്തച്ഛനേക്കുള്ള പൊളിച്ച് തെറിയാൻ പറയും. എന്തുവാണ് നീ അവിടെ പറയാൻ പോകുന്നത്? പറയാൻ പോണത് ഈ തെറി മുത്തച്ഛൻ കേൾക്കത്തോടെയാണ് നിന്നോട് ഞാൻ പറയുന്നത്. എന്റെ മുത്തച്ഛൻ കേട്ടില്ല. അയ്യോ, എന്തൊരു മുത്തച്ഛനോടുള്ള ബഹുമാനം. ഈ പാകരുടെ മോളെ എന്റെ അച്ഛനോട് കൈ രണ്ടും കൂടെ എന്തിനാ ഇവിടെ വന്നത്? മുത്തച്ഛനെ നോക്കാൻ. എന്നെ നോക്കണ്ട, എന്നെ നോക്കാൻ എനിക്കറിയാം. എനിക്കതിനുള്ള ആരോഗ്യമുണ്ട്, എല്ലാ സ്റ്റാമിനും ഒക്കെ എനിക്കുണ്ട്. അയ്യോ, എടാ കൊച്ചുപോലെ എന്നെ പിടിച്ചൊന്ന് പോക്കടാ. മുത്തച്ഛനല്ലേ പറഞ്ഞ മുത്തച്ഛന് സ്റ്റാമിന ഉണ്ടെന്ന്. എടാ, രണ്ടുപേരും കൂടെ പോക്കിയാ ഞാൻ സോഫയിലൊന്ന് കിടത്തടാ. എനിക്ക് വയ്യടാ എന്റെ കൊച്ചു. അയ്യോ, എന്നാ വടി പോക്കാം. 1 2 3 സ്റ്റാർട്ട്. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ ചുംബം പാടലി വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചോമനിച്ചയ്യ മാറിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. അയ്യോ, എന്റെ പോലെ എന്തൊരു വെയിറ്റാണോ. മുത്തച്ഛന് എന്റെ അമ്മോടാണ് കൂടുതൽ ഇഷ്ടം, ഇവന്റെ അമ്മേനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമല്ല. അതെന്താ? എന്റെ കണ്ണട, എന്റെ കണ്ണട, എന്റെ കണ്ണട, എന്റെ കണ്ണ് കാണുന്നില്ല. എന്റെ കണ്ണട, ആ കണ്ണട വെച്ചില്ല എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒന്നും കാണാൻ പറ്റുന്നില്ല. പോണ നാരായണ മുമ്പേണോടാ? എടേ നോക്കട്ടെ, അത് നാരായണിയല്ലല്ലോ, അത് ദാശാരിയല്ല പോകുന്നത്. കാര്യം ഞാൻ പറഞ്ഞതല്ലേ ഉള്ളു. അവൻ പലതും പറയും. മുത്തച്ഛൻ ഞാൻ ചോദിച്ചതിനും പറ. എന്റെ അമ്മേനെയാണ് കൂടുതൽ ഇഷ്ടം, ഇവന്റെ അമ്മേനെയാണ് ഇഷ്ടം. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമല്ല. അതെന്തോ? എടാ, പണ്ടെന്റെ കൈ ഈ തള്ളവല്ലൊന്ന് പൊള്ളിയപ്പോഴേ എന്റെ ഭാര്യ പറഞ്ഞ് ഇതിനകത്ത് പാലോ തേരോ ഒഴിച്ചാ മതിയെന്ന. പക്ഷെ എന്റെ രണ്ട് പെമ്മക്കള് നിങ്ങളെയൊക്കെ തള്ളമാരും അവരുടെ ഭർത്താക്കന്മാരും പറഞ്ഞു ഉജാലെ വിരല് മുക്കിയാ മതിയെന്ന്. ഉജാല മുക്കിയെടുത്തപ്പോ മഷി കൂടി പോയെന്ന് പറഞ്ഞ് ഏതോ ഒരു പേപ്പർ തൊടുവിച്ചു. ഓരോ വന്നപ്പോ എന്റെ 10 സെന്റ് സ്ഥലം വീടും അങ്ങ് പോയി. പിള്ളേർക്ക് ചെറുപ്പത്തിൽ വല്ലതും കൊടുക്കണം, അല്ലെങ്കിൽ പരിപാടി നടക്കും. എഴുത്തും വായനയില്ലാത്ത എന്നെ അവര് പറ്റിക്കുമല്ലായിരുന്നു കൊച്ചുമോനെ. എന്റെ പൊന്നു മുത്തച്ഛൻ എഴുത്തും വായനയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഇപ്പൊ ചില രാഷ്ട്രീയക്കാര് എഴുത്തും വായന അറിയാത്തവരാ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത്, അറിയാവോ? അവൻ പലതും പറയും, അതൊക്കെ പണ്ട് കേട്ടോ മുത്തശ്ശ. ഇപ്പൊ നമ്മള് കേരളത്തിൽ മുഖ്യമന്ത്രി വീഡിയാ. ഞാനും പണ്ട് വീഡിയായിരുന്നു. ആ വീഡിയല്ല, VD സതീശനാണെന്ന്. എന്തോരം മാസ്റ്റർ ഡിഗ്രിയുള്ള ആളാന്നറിയോ? അതെയോ? വേറെ കാര്യം അറിയോ? തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ നിന്ന് വിജയാണ് ഇപ്പൊ മന്ത്രി. കൊച്ചനെ തമിഴ്നാട്ടിലെന്നല്ല, ഏത് നാട്ടിലാണേലും ഇലക്ഷനിൽ നിന്ന് വിജയിക്കുന്നവരാ മന്ത്രി. അല്ല പിന്നെ തോൽവി പിടിച്ച് മന്ത്രിയാക്കാൻ പറ്റുമോ? ഈ തോൽവിന്ന് ഞാൻ ഇന്നാ ചെയ്യണത്. അതല്ലെന്ന്, ഞങ്ങളുടെ ദളപതി വിജയാണ് ഇപ്പൊ മുഖ്യമന്ത്രി. നാനടിച്ചാ താങ്ക മാട്ടെ, എന്നാളും മാസം തൂങ്ക മാട്ടെ, വീട് കയറി സേറ മാട്ടെ. ഞാൻ ഒരു ആട്ടാറ്റി നീ അപ്പുറത്ത് പറമ്പിൽ പോയി കിടക്കും. മുത്തശ്ശൻ നോക്കിയേ, ഇപ്പത്തെ പുതിയ നിയമം കണ്ട? കേരളത്തിലെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അയ്യോ, അയ്യോ, എന്റെ ദൈവമേ,
പണ്ട് വണ്ടിക്കൂലി ഇല്ലെന്ന് പറഞ്ഞ് വല്ലപ്പോഴും വരുന്ന നിങ്ങളുടെ ആ മുത്തശ്ശി കട്ടപ്പനയുള്ള ഇനി എല്ലാ ദിവസവും വണ്ടി വിളിച്ച് എന്നെ വന്ന് ചീത്ത വിളിച്ച് എന്നെ ദൈവമേ. ഒരു സെക്കൻഡ് ഹായ് ബെസ്റ്റി മിണ്ടരുത് എന്റെ ബെസ്റ്റ് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടാ. ഹലോ ബെസ്റ്റി, എന്തുണ്ട് മുത്ത വിശേഷം? സുഖമായിട്ടിരിക്കണോ? എടീ കൊച്ചുമോളെ, എന്തുവാ? ഈ ബെസ്റ്റ് എന്ന് വെച്ചാ എന്തുവാടി? എന്നെ മുത്തച്ഛ ബെസ്റ്റ് എന്ന് വെച്ചാ ഫ്രണ്ടിനും ലവറിനും ഇടയ്ക്കുള്ള ആളെയാണ് പറയണത്. ആ ഏറ്റവും കൂടുതൽ മുന്നിലെ സെക്യൂരിറ്റി. അതെന്താ അങ്ങനെ പറഞ്ഞത്? അകത്തുമല്ല പുറത്തുമല്ല അവിടുത്തെ കാശ് എടുക്കാനും പറ്റത്തില്ല. ഈ തുള്ളി 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 ഇത് എങ്ങോട്ടാ ഈ പോകുന്ന? മുത്തച്ഛ ആ പോക്ക് കണ്ട് കക്കൂസേക്കാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കക്കൂസി പോകുന്ന ഇവൻ എന്തിനാ മൊബൈൽ കൊണ്ടുപോകാനാ? എന്റെ മുത്തച്ഛ ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ബാത്റൂമിൽ പോകുമ്പോ മൊബൈൽ ഇല്ലെങ്കിൽ ഡെപ്പോസിറ്റ് നടക്കില്ല. എടി കൊച്ചനെ, ഇവിടൊക്കെ വൃത്തികേടായി കിടക്കുന്ന കണ്ട, ഇതൊക്കെ ഒന്ന് തൂത്ത് വൃത്തി കാണിക്കൂടെ? ഊർമ്മ കോടി കിടക്കുന്ന കണ്ട അത്. പക്ഷേ എനിക്ക് തൂക്കാനൊന്നും പറ്റില്ല, ഞാൻ ഇപ്പൊ നെയ്പോളിഷ് ഇട്ടോളൂ. അങ്ങനെയാണ് അവിടെ ഉറുമ്പിന്റെ പൗഡർ ഇരിപ്പുണ്ട്, എടുത്തിട്ട് ഉറുമ്പൊക്കെ അങ്ങ് പോട്ടെ. എന്റെ മുത്തശ്ശ അതൊക്കെ ബാധ്യതയാവും. എന്തോ ബാധ്യത? ഇന്ന് ഉറുമ്പിന് പൗഡർ ഇട്ടോർത്താ നാളെ ലിപ്സ്റ്റിക് ഇട്ടോർത്തില്ല എന്നൊരു ഉറുമ്പുകൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? എന്റെ ദൈവങ്ങളെ, എന്നെ അങ്ങ് മേലോട്ട് എടുത്തേക്കണേ. അങ്ങനെ ഈ മുത്തശ്ശന് മേലോട്ട് എടുക്കാൻ സമ്മതിക്കില്ല. അതെന്നാ? എനിക്ക് മുത്തശ്ശന് എന്ത് ഇഷ്ടാന്നറിയോ? എന്താ കാര്യം സാധിക്കാണ്ട്? അയ്യോ അത് ഞാൻ മുത്തശ്ശന് മേലിൽ ഞൊട്ടിട്ടെ. അയ്യോ, പണ്ട് നിന്റെ അമ്മ ഒന്ന് ഞൊട്ടയിടാൻ വന്നതാ. എന്റെ കയ്യിൽ 5 പോയിന്റ് മോതിര കൊണ്ടുപോയത്. ശരി മോളെ, ഞാൻ വിളിക്കാട്ടോ, ഞാൻ വിളിക്കാം. മുത്തച്ഛ, മുത്തച്ഛന് ഇവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? എനിക്കടാ, ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കാം, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലടാ. അപ്പുറത്തെ മുത്തച്ഛനെ കണ്ട് പഠിക്കണം. എന്തുവാ? മുത്തച്ഛന്റെ സെയിം പ്രായമുള്ള 30 മുത്തച്ഛന്മാരും കൂടി ഒരുമിച്ച് ചായ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഊഞ്ഞാലാടുന്നു. എന്ത് എന്റർടൈൻമെന്റ് ആണെന്നറിയോ അവര്? എവിടെയാ? അപ്പുറത്ത്, ഇതിന്റെ അപ്പുറത്ത്. എടാ, അത് വൃദ്ധസദനമാടാ പട്ടി. ആണോ? എനിക്ക് അവിടേക്ക് പോയി ചെയ്തൂടെ? എനിക്ക് ഇൻസുലിൻ എടുക്കാനുള്ള സമയമായി. ഞാൻ എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻസുലിൻ എടുക്കാൻ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട് എന്നോട് ഇൻസുലിൻ എടുക്കാൻ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞില്ല ഇവിടെ നിർത്തിയിട്ടുള്ളത്. ശരി, പെങ്ങളെ തന്നിലേക്ക് നീങ്ങി വന്നേ. എന്തുവാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തുവാ? ഈ സത്യം പറഞ്ഞ ഇൻസുലിൻ എവിടെ എടുക്കണത്? എടാ, മാംസത്തുമ്മലാ തോന്നുന്നത്. എന്നാ പിടിച്ച് നിർത്തണേ. എന്റെ അമ്മ പറഞ്ഞു 3 കുത്തണമെന്നാ. എന്റെ അമ്മ പറഞ്ഞ 4 കുത്തണമെന്നാ. 3 പറഞ്ഞത്. 3 പറഞ്ഞത്. ഞാൻ വഴക്ക് വേണ്ട. എന്താ? നീ ഇഷ്ടമുള്ള നിന്റെ അമ്മ പറഞ്ഞു കുത്തിക്കോ, ഞാൻ എന്റെ അമ്മ പറഞ്ഞു കുത്തും. ദൈവമേ, അയ്യോ, കിരീട സിനിമയില് സേതുവാദവും പോലും കീറിക്കാട്ടെ, ഇത്രയും കുത്തുകുത്തി കാണുന്നില്ല. എന്റെ ദൈവമേ, എന്തോന്നാണ് ഈ കാണിക്കുന്നത്? മുത്തച്ഛൻ കുത്തുകൊണ്ട് വിഷമിച്ചിരിക്കുക. നീ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കും. എനിക്ക് വെള്ളം വേണ്ട. വെള്ളം വേണ്ടേ? കട്ടൻ ചായ മതി. എനിക്കും കട്ടൻ ചായ. പിന്നെ വാടാ മക്കളെ. മുത്തച്ഛ, എനിക്കൊരു കാര്യം പറയാനുണ്ട് മുത്തച്ഛൻ്റെ പറ. അടുത്ത്. എന്റെ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ തരുന്നില്ല. എന്തുവാടാ? എനിക്ക് ബിസിനസ് തുടങ്ങാൻ ഇച്ചിരി പൈസ തരുമോ? ആ, നല്ലതാടാ. ഈ പ്രായത്തിലൊക്കെ, ഈ കൊച്ചു പ്രായത്തിലൊക്കെ ബിസിനസ് തുടങ്ങുന്നത് നല്ലതാ. അല്ല, എന്ത് ബിസിനസ് നീ തുടങ്ങുന്നത്? ഫസ്റ്റ് ലൈഫ്. ഒരു കൊച്ചു മുത്തച്ഛനോട് പറയാൻ പറ്റിയ വാക്കാടായി പറയാ. ഗർഭാലസിപ്പിക്കുന്ന ബിസിനസ്. ഗർഭാലൈഫിന്റെ സിംഹാകാനുള്ള മരുന്നിന്റെ ബിസിനസ് തുടങ്ങാൻ പറഞ്ഞു. തടി കുറയ്ക്കാനോ? ചായ ചായ വന്ന എന്തോ? എനിക്ക് ചായ എടുത്തില്ലേ? പിന്നെ നിനക്കാണെങ്കിൽ നീ പോയിട്ട് എടുക്കും. എടി, ഇതെന്റെ അമ്മയുടെ വീടാണ്. ഇവിടുത്തെ ചായക്കും പഞ്ചസാരക്കും എനിക്കും അധികാരമുണ്ട്. അധികാരമുള്ള ആള് വെള്ളം ചായ പൊട്ടിട്ട് ചായ ഉണ്ടാക്ക്. ഞാൻ ഉണ്ടാക്കിയ ചായ നീ കുടിക്കത്തില്ല. നീ ഉണ്ടാക്കി ഞാൻ കുടിക്കത്തില്ല. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മുത്തച്ഛാ, കൊണ്ടുവന്നു. ഇതെന്താ വേറെ ടേസ്റ്റ്? കട്ടൻ ചായ കുടിച്ച് ഞാൻ ഇതിനകത്ത് കഷായം കുടിച്ച് വെച്ചാടാ. എനിക്ക് ചൂട് കഷായം. എടി, നീ എന്താ പറഞ്ഞ? നീ ഞാൻ കുടിച്ച എടി, ചായ കിട്ടി നീ കഷായം ഞാൻ കുടിക്കുന്നില്ലേ? നീ അതാദ്യം മനസ്സിലാക്കണം. ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. പരിപ്പുണ്ടോ? പരിപ്പുണ്ടോ? തലക്ക് പിടിക്കുന്നുണ്ടോ? മുത്തച്ഛന്റെ കഷായം. സൂപ്പർ കഷായം. മുത്തച്ഛ, എനിക്ക് ഇനിയും കഷായം വേണം. നീയൊക്കെ എന്റെ കൊച്ചുമക്കളാണ്, അതോ ഗുണ്ടകളാണ്? എടാ, നിന്റെ ഒക്കെ തള്ളമാരെ എവിടാ പോയെന്ന് പറഞ്ഞ? ഗുരുവായൂർ പോയിക്കണ്. എന്തോ കാര്യത്തിന്? കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി 101 ശയന പ്രദക്ഷിണം ചെയ്യാൻ. അവള് ആരെ ഇങ്ങോട്ട് വിളിക്ക്. നിന്നെയൊക്കെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 101 500 ശയന പ്രദക്ഷിണം ഞാൻ ഇവിടെ നടത്താം. ഇറങ്ങി പോടാ കുരിപ്പുള്ള ഇവിടെ. നീ പോകുന്നില്ലേ? എനിക്ക് മുത്തച്ഛന്റെ കഷായം മതി. മുത്തച്ഛ, മുത്തശ്ശനെ പുലിവാല് പിടിപ്പിച്ച 2 കൊച്ചുമക്കള് ഈ ഒരു വെക്കേഷൻ സമയത്ത് പല വീടുകളിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്കിറ്റ് ആയിരിക്കാം ഇത്. നമുക്ക് എന്തായാലും അഭിപ്രായം ചോദിക്കാം. നസീർക്ക, നന്നായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. നിങ്ങളത് കൊണ്ടുപോയി പെട്ടെന്ന് തീർന്ന പോലെ ഫീൽ ചെയ്തു. ഡ്യൂറേഷൻ കുറവായിരുന്നോ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ 12
13 മിനിറ്റ് ഉണ്ടായിരുന്നു. കളിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ അതിൽ കയറിയാണ് വരേണ്ടത്, പക്ഷേ ഇത് അതിൽ കുറഞ്ഞു പോയതായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഇച്ചിരി സ്പീഡ് കൂടിയതാണെന്ന് തോന്നുന്നു പെട്ടെന്ന്. അത് പക്ഷേ ആ ഒരു ബഹളത്തിന് ആ ഒരു സ്പീഡ് ആവശ്യവുമാണ്. എൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് നിങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ലല്ലോ വന്ന് നിന്നതിൽ. സ്വത്തടിച്ച് മാറ്റാനോ അങ്ങനെ സ്വർണ്ണം പല്ലി പറിച്ചുകൊണ്ട് പോകാനോ ആ ഉദ്ദേശങ്ങളൊന്നുമില്ല. മുത്തശ്ശനെ നോക്കണം. ആ രണ്ട് മക്കൾ വന്ന് കൊച്ചുമക്കൾ വന്ന് നോക്കുന്നു. നല്ലൊരു കുഞ്ഞ് ചെറിയൊരു ത്രെഡൊക്കെയാണ് അതുള്ളത്. വളരെ വൃത്തിയായിട്ട് നിങ്ങൾ 3 പേരും ചെന്നത്. രിജുവിന് ഈ വേഷം നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതേപോലെ ഷൈജു അതേപോലെ ഇത് ക്യാരക്ടർ മാറി വേറൊരു ചെറിയ ചെറുപ്പക്കാർ പിള്ളേർ ഫ്രീക്ക് പയ്യന്റെ അതിലേക്ക് വന്നു. അതൊക്കെ നന്നായിരുന്നു. അതേപോലെ മോള് കൊള്ളായിരുന്നു. മാളുവിന്റെ ക്യാരക്ടർ നന്നായിരുന്നു. കുറച്ചുകൂടെയൊക്കെ തമാശ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നായേനെ. ഏത് മോശമാണെന്നല്ല കേട്ടോ. അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൂട്ടിയിട്ട് ഡ്യൂറേഷൻ ഉണ്ടാക്കണ്ട. ഡ്യൂറേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും കോമഡി വേണം. ആ രീതിയിലേ പ്ലാൻ ചെയ്യാവുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഉഗ്രൻ സ്കിറ്റായിരുന്നു കേട്ടോ. നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തു. ഇത് പറയുന്ന പറ്റുന്നതുകൊണ്ടല്ല, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സ്കിറ്റ് കളിച്ചപ്പോൾ ഒരുപാട് മാർക്ക് കുറഞ്ഞു പോയി. അതിൻ്റെ വിഷമം നിങ്ങൾക്കും ഉണ്ട്, അതിനേക്കാൾ ഞങ്ങൾക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ വിഷമം മുഴുവൻ മാള് വന്ന മുട്ട വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലിതായിരുന്നു, സ്കിറ്റ് പൊളിച്ചേക്കണേ അല്ലേ, സ്കിറ്റ് അടിപൊളി ആയിരിക്കണം എന്ന് മനസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. റിജു, നിങ്ങൾ ഭയങ്കര രസമുള്ളൊരു അപ്പിയറൻസ് ആണ്. കാരണം ഭയങ്കര രസം. ഒരു മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള ആക്ഷൻ വരെ വളരെ രസകരമായിരുന്നു. അതുപോലെ ഷൈജുവിൻ്റെ അടിപൊളി വരവ്, നിങ്ങളുടെ ത്രെഡും കൊള്ളായിരുന്നു. മുത്തശ്ശനെ നോക്കാൻ വേണ്ടിയിട്ട് 2 പിള്ളേർ വരുന്നു. പിന്നെ ഇൻസുലിൻ എടുക്കുന്ന സാധനങ്ങൾ, കുറേ നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ATM നിൽക്കുന്ന സെക്യൂരിറ്റി ഒരു ബെസ്റ്റി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ കുറേ നല്ല കൗണ്ടറുകൾ ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് കളിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്യൂറേഷൻ്റെ ഒരു കുറവുണ്ട്. അത് നിങ്ങളുടെ ഒരു സ്പീഡ് ടൈമാണ്. നല്ല രസമായിട്ട് കളിച്ചു. നിങ്ങൾ അത്യാവശ്യം നല്ല കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. മാർക്ക് എന്തെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഡ്യൂറേഷൻ്റെ പേരിലായിരിക്കും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നന്നായിട്ട് പണിയെടുത്തു. അതിൻ്റെ റിസൾട്ട് ഈ സ്കിറ്റിനുണ്ട്. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. ടിനിച്ചേട്ടാ, എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അത് സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും സ്കിറ്റാണെങ്കിലും നമ്മുടെ സംഭാഷണങ്ങളാണെങ്കിലും, അതായത് നമ്മളെ മറ്റുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഫുട്ബോളൊക്കെ കളി നടക്കുമ്പോൾ നമ്മൾ വേറെ ചിന്തയിലേക്ക് പോകും, ഇടയിൽ ഗെയിമൊന്നും ലാഗവും. അതുപോലെ ക്രിക്കറ്റിന് കുറേ സമയം നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോയിരിക്കും. പക്ഷേ ഷട്ടിൽ കളിക്ക് അങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ നിൽക്കും. അതുപോലത്തെ കളിയായിരുന്നു നിങ്ങളുടെ. ഒരു ഷട്ടിൽ കളിയായിരുന്നു. ചെറുതോ വലുതോ ആയിക്കോട്ടെ, എന്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മളത് ഇങ്ങനെ ഇരിക്കുക. നമ്മൾ വീട്ടിൽ മറ്റേ കടം കൊടുക്കാനുള്ള പത്രത്തിൻ്റെ കാശൊക്കെ ചിന്ത വരികയാണെങ്കിൽ സ്കിറ്റ് പൊളിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തകളിലേക്ക് പോയില്ല, അതിനർത്ഥം ഇത് നന്നായി എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നേരെ മാർക്സിലേക്ക് കടക്കാം. നാസിർക്ക് എന്ന് തുടങ്ങാം. 12,000 രൂപ 12,000 രൂപ തരികയാണ്. ഓക്കെ, 12,000. പ്രചോദേട്ടനോ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 12,000 രൂപ തരാം. ഓക്കെ, അപ്പൊ 24,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാൻ ടിനിച്ചേട്ടനോട് ചോദിക്കാം. 55,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാചുലേഷൻസ്. സന്തോഷമായില്ലേ? സന്തോഷമായി. അപ്പൊ കഴിഞ്ഞ തവണത്തെ വിഷമം മാറിയില്ലേ? അപ്പം ഇത്തവണ വിഷമമായില്ല എങ്കിലും ഇതുക്കും മേലെ നമുക്ക് അടുത്ത തവണ വാങ്ങിക്കണം, പഞ്ചടിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറെ സ്കിറ്റുകൾ കണ്ടു. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയാലോ? പൊളിക്കാം. മിമിക്രിയാണ് ചെയ്യാൻ പോകുന്നത്. കാസർഗോഡ് നിന്നും ഒരു ചേച്ചി വന്നിട്ടുണ്ട്. വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം, സരിത ശിവൻ. ഹായ് ചേച്ചി, നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. ആദ്യം തന്നെ ഒരു കോംപ്ലിമെന്റ് തന്ന് ഞാൻ തുടങ്ങട്ടെ. നല്ല സുന്ദരമായ ചിരി. ഇരിക്കുന്നതാണ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അല്ലേ? എങ്ങനെയാ, ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആണോ അതോ ഹോം മേക്കർ കം ആർട്ടിസ്റ്റ് ആണോ? എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? അതായത് പാർട്ട് ടൈം എന്ന് പറയാം. ഓക്കെ, പക്ഷെ പ്രൊഫഷണൽ ആണെന്നാലും 2016 മുതൽ ഈ മേഖലയിലുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം തന്നെയാണ്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഈ മിമിക്രി രംഗത്തേക്ക് കടന്നു വന്നത്. എത്ര വർഷമായി? 2016 മുതൽ. എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ആയി. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ 3 മക്കളാണ്, 3 പെൺമക്കള്. പിന്നെ മക്കളും മിമിക്രി ചെയ്യും. സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് ആയിരുന്നു സ്കൂൾ കോമ്പറ്റീഷനിൽ. അമ്മയാണ് ഗുരു. മൂത്ത മോള് പേര് വർഷ, ഇനിയിപ്പോ ഡിഗ്രി 2nd ഇയർ പഠിക്കാൻ പോകുന്നു. രണ്ടാമത്തെ മോള് ശിവാനി 10th. പിന്നെ ഇളയ മകള് നയോമിക UKG ആണ്. ഇവര് 3 പേരും മിമിക്രി ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇനി മിമിക്രിയിലേക്ക് പോവാം. ചേച്ചി, എന്താണ് ആദ്യത്തെ ഐറ്റം? ജയ ജയ ഹേ എന്ന സിനിമയില് നമ്മുടെ ബേസിലിന്റെ അമ്മയായിട്ടുള്ള കഥാപാത്രം ഉടസനാട് കനകം.
അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യന് ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം വീണത് അങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടുന്ന് ആ പറക്കി എടുത്തോണ്ട് കൊണ്ടുവന്നത്. ഈ ചെറുക്കൻ ഒരു കിഴങ്ങനായി പോയതുകൊണ്ടല്ലേ അവൾ എടുത്തിട്ട് തട്ടുന്നത്. വാഴ 2 ഉണ്ടായിരുന്നു. ആ വാഴ 2 ഉണ്ട്. പക്ഷെ എനിക്കത് പിന്നെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അത് ചെയ്യാം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഐറ്റം കണ്ടാലോ? അതെ, അടുത്തത് ജാഫർ ഇടുക്കിയാണ്. അമ്മോ എടുത്താ പൊങ്കോന്നറിയില്ല, എന്നാലും സാറേ, ഞങ്ങള് ജാക്സൺ ബസാറെന്നാ വിളിച്ചതല്ല സാറേ, ഞങ്ങള് പേരിട്ടത് അങ്ങനെയാ, ജാക്സൺ ബസാറെന്ന്. ഞങ്ങളിവിടെ ഇടയായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നത് തോന്നിയ പോലെ സാറേ. അതിപ്പം ഇന്ന് വൈകിട്ട് വെള്ളം വന്നേയില്ല. സാറിനറിയാലോ, 4 ചുറ്റം വെള്ളാണേലും ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ആ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ച. അടുത്തത് നിഷ സാരംഗ്, ഉപ്പും മുളകും എന്ന സീരിയലിലൂടെ കടന്നു വന്ന നമ്മുടെ നിശ്ചയിച്ചി. ഇതെന്താ ബാലു ഇത്? 8 9 കേശു അവിടെ എങ്ങും പോയിരിക്കല്ലേട്ടാ, പല ഏഴന്തകളൊക്കെ ഉണ്ടാവും. വിഷ്ണു, നീ അച്ഛൻ്റെ ക്യാപ്ഷൻ കൂടെ കൊടുത്താ? സൂപ്പർ 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 സൂപ്പർ. ഇനി അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ സാറ്. ഓഹോ, ഓക്കെ. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം പുരുഷന്. അപ്പൊ ഈ ജാതി ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ടൊരു യോഗം കൂടുന്നത്, അതിനുശേഷം പ്രഖ്യാപിക്കും ജാതി ഏതാണെന്നുള്ള കാര്യം. പിന്നെ അടുത്തതായിട്ട് നമിത പ്രമോദ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഒരിക്കലും കേറില്ല എന്നൊന്നും ഏതാണ്ടാവാൻ വേണ്ടി ഒട്ടും കരുവയും പാട്ടും ഡാൻസും ഒക്കെ ഒരു ആപ്ലിക്കേഷൻ പോസ്റ്റ് ചെയ്തില്ലേ? അതിന്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ, അപ്പൊ ആലോചിക്കാം. സൂപ്പർ സൂപ്പർ. ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റം നമിത പ്രമോദാണെന്ന് തോന്നുന്നു. ആണോ ചേച്ചി? അല്ല, മാസ്റ്റർ പീസ് കാവ്യ മാധവന്റെ ലൈവ് വോയിസ് ആണ്. അത് ശരി. അപ്പൊ അടുത്തത് ഇനി ഏതാണ്? കാവ്യ മാധവൻ. ഓ, അപ്പൊ മാസ്റ്റർ പീസ് ഐറ്റം ഇപ്പൊ കേൾക്കാം. ഞാൻ ഒരുപാടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. കാരണം പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല ലൈഫിൽ നടക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുന്നു, നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നു, ദൈവം മറ്റൊന്ന് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാടൊന്നങ്ങനെ ആലോചിച്ച് ഇനി അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതൊക്കെ പണ്ടേ നിർത്തി. ഞാൻ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടൊന്നും ഇപ്പോൾ ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഏതൊരവസ്ഥ വന്നാലും അത് തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു പരിധിവരെ എന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളി അടിപൊളി. അത് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ? അതെ, അത് ഐറ്റം വേറെ. ഇനിയുള്ളത് കാന്താര എന്ന സിനിമയുടെ ഒരു ബീജിയാണ്. കുറെ ആക്ടേഴ്സിനെ കേട്ടു, ഒരു ഇൻസ്ട്രുമെന്റ് കേട്ടു. ഇനി എന്താ ചേച്ചി? ഇനി നമ്മൾ ഈ കോമഡി സിനിമയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ബാക്ക് സൗണ്ട് ഒരു കോമഡി മ്യൂസിക് ഇടാറുണ്ട്. ശരിയാ ശരിയാ. അയ്യോ, അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. പക്ഷേ എനിക്കൊരു സങ്കടകരമായ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നസീർ സാർ പറഞ്ഞ പോലെ ഇതുപോലെ ഷോ ചെയ്യാനുള്ള ധൈര്യം ഉണ്ട്, പക്ഷെ പ്രോഗ്രാം കിട്ടുന്നത് കുറവാണ് പൊതുവെ സ്ത്രീകൾക്ക്. അതപ്പോ ഇനി കിട്ടിക്കോളും. അതെ, ഈ വേദിയിലല്ലേ വന്നത്. ഇത് ഐറ്റം വേറെ വന്ന് പോയിട്ടുള്ളവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. താങ്ക് യു. ആ ഗണത്തിലേക്ക് അങ്ങ് എത്തും. ധൈര്യമായിട്ടിരുന്നോ, ഒരു കാര്യത്തിലും പേടിക്കണ്ട. അതെ അതെ അതെ. സരിത, ഒന്ന് ഈ പറഞ്ഞ പോലെ സരിതയുടെ ഒരു പവർഫുൾ ഉണ്ട്. മീനാക്ഷി പറഞ്ഞ പോലെ ഒരു പ്ലസ് ഉണ്ടായിരുന്നു. ആ തുടക്കം മുതൽ പിന്നെ ഒന്നും ചെയ്യുന്നതിന് ഒന്നും മടിയില്ല. തുടക്കം മുതൽ സ്റ്റാർട്ട് ചെയ്തു അവസാനം വരെ ഒരൊറ്റ വിടലായിരുന്നു. അതിൽ നല്ല പെർഫെക്ഷൻ ആയിരുന്നു. നമിത പ്രമോദൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ മാസ്റ്റർ പീസ് കാവ്യ മാധവൻ നല്ല നല്ല രസം ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഇല്ല, മരിച്ചുപോയി 2 വർഷമായി. ഓ, അത് ശരി. ഓക്കെ 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 ഓക്കെ. അപ്പം ഇപ്പം വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന? ഞാനിപ്പോ പെരിയ കേന്ദ്ര സർവകലാശാലയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
ഡെയിലി വേജ് ആയിട്ട്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇപ്പം സമയം കണ്ടെത്തുന്നു? പ്രാക്ടീസ് അതിനായിട്ട് സമയം കണ്ടെത്താറില്ല. നമ്മളിപ്പോൾ അടുക്കള ജോലി ചെയ്യുമ്പോഴായാലും അതിപ്പോൾ എന്തെന്നൊന്നുമില്ല, ചിലപ്പോൾ കുളിക്കുന്ന സമയത്തായിരിക്കും. ഒരു ഭ്രാന്തമായ അവസ്ഥ പോലെയാണ്. 24 മണിക്കൂർ വായി ഇങ്ങനെ ചറവറ ആയിരിക്കും. നന്നായിരിക്കുന്നു കേട്ടോ. Thank you, sir. Thank you. ഈ പറയുന്ന പോലെ ഇനിയിപ്പം ഇത് ടെലികാസ്റ്റ് കഴിയുമ്പം ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ, ഒരുപാട് ഷോസ് ഒക്കെ കിട്ടട്ടെ. പ്രാർത്ഥിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഈ അവതരിപ്പിച്ചതിനേക്കാൾ കോൺഫിഡൻ്റ് ആണെന്നുള്ളൂ. വേദിനെ ഭയമില്ല. അപ്പോൾ ധൈര്യമായിട്ട് പോകാൻ പറ്റും. പിന്നെ പ്രസന്റബിൾ ആണ്. ഒരു ആർട്ടിസ്റ്റിന് എന്താണ് വേണ്ടത് അതെല്ലാം ഒത്തിണങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ വോക്കൽ പവർ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് ട്രെയിൻ ചെയ്തെടുക്കുക. ഈ പറഞ്ഞല്ലോ, ഈ കുളിക്കുമ്പോൾ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, അതെല്ലാം ഗുണമേ ചെയ്യുള്ളൂ. നമ്മൾ അതിനോടുള്ളൊരു യഥാർത്ഥത്തിലൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ഞാനത് ചെയ്തേ അടങ്ങും, ഞാനത് പ്രൂവ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ ഈ പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയത്. ഞാൻ സ്കൂട്ടിയിൽ ചെറുക്കള വരെ സ്കൂട്ടിയിലാണ് പോകുന്നത്. മല്ലത്താണ് എൻ്റെ വീട്. അപ്പോൾ സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രാക്ടീസ് ഇപ്പം ഈ പരിപാടിക്ക് വരാനെല്ലാം ഉണ്ടാകുന്ന സമയത്ത് സ്കൂട്ടി ഓടിക്കുന്നതേ ഉള്ളൂ, പക്ഷെ വായിൽ മൊത്തം ഡയലോഗായിരിക്കും. ഒരു ദിവസം ബാക്കിൽ ഒരു വണ്ടിക്കാരൻ ഇങ്ങനെ ഓർമ്മ, ഞാൻ കേട്ടിട്ടേ ഇല്ല, ഇതിൽ തന്നെ ഉണ്ടായി. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഇനി വട്ടാണോ. ഞാനിങ്ങനെ ചറവറ പറഞ്ഞോണ്ടിരിക്കുമ്പോ കൂടെ ആരാണ് ചേച്ചി വന്നത്? അമ്മയുണ്ട്. അമ്മ രാവിലെ മുതൽ ഇവിടെ ഓഡിയൻസ് ആയിട്ട്. അമ്മ വന്നിട്ടുണ്ടോ? ശരിക്കും അമ്മയാണ് ഐറ്റം വേറെ. രാവിലെ വന്നപ്പോ തൊട്ടിരുന്നതാണ്. അമ്മ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിലിരിക്കണം. അമ്മ ഒന്ന് വേദിയിലേക്ക് വരുമോ? അമ്മ നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. എന്താണ് അമ്മയുടെ പേര്? സരസ്വതി. അമ്മ ഐറ്റം വേറെ ആണെന്ന് ചേച്ചി പറയുന്നുണ്ടല്ലോ, സരിത ചേച്ചി പറയുന്നുണ്ടല്ലോ. എന്താണ് അതിന് പിന്നിലെ ഒരു ഗുട്ടൻസ്? മക്കളൊക്കെ ഇങ്ങനെ പോകുന്നത് എനിക്ക് നല്ല ഇതുണ്ട്, ഇഷ്ടമാണ്. എത്ര മക്കൾ അമ്മയ്ക്ക്? 3, 2 ആണും ഒരു പെണ്ണും. ഇത് എത്രാമത്തെ മോളാ? നടുക്ക്. ഓ, അമ്മ കാസർഗോഡ് വന്നിട്ട് ഈ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് മൊത്തം? നല്ല പോലെ ഉണ്ട്. അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോ ആദ്യം അമ്മ പറയും ഞാൻ വരാൻ മോളെ ഒന്നിച്ച് പറയും. അപ്പൊ ഷുഗറും ഇല്ല പ്രഷറും ഇല്ല. അമ്മ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിലിരുന്ന് എൻറ്റയർ എല്ലാ സ്കിറ്റുകളും കണ്ടു. എൻജോയ് ചെയ്തില്ലേ അമ്മ? അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും സരിതേച്ചി തുടർന്ന് ഒരുപാട് വേദികളെ കിട്ടട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വല്ലപ്പോഴും അല്ലേ, എപ്പോഴും പ്രോഗ്രാമുകൾ നിറഞ്ഞ് തിരക്കാവട്ടെ ഈ ഒരു വർഷം അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം, വീണ്ടും വരണം വേദിയിൽ കേട്ടോ. അമ്മ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരുപാട് ചിരികളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me Meenakshi Sudhi signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.